ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മാരുതി സുസുക്കി ആൾട്ടോ കേട്ടൺ. മാരുതി സുസുക്കിയുടെ ലൈനപ്പിൽ ഏറ്റവും എൻട്രി ലെവലായിട്ടുള്ള വെഹിക്കിളാണ് കേട്ടൺ എന്ന് പറയുന്ന ആൾട്ടോ. അപ്പോൾ ആൾട്ടോ 800cc എഞ്ചിനുള്ള വാഹനം കമ്പനി സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ എൻട്രി ലെവലായിട്ടുള്ള വാഹനം ആൾട്ടോ കേട്ടൺ ആണ്. 1000cc എഞ്ചിൻ, അതായത് 1 ലിറ്റർ എഞ്ചിനുള്ള വാഹനമാണ് ആൾട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൾട്ടോയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളും, അതുപോലെ തന്നെ ഈ ഒരു ആൾട്ടോ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മെയിൻ്റനൻസുമായി ഈ വാഹനത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നീ കാര്യങ്ങളുമാണ്. ആൾട്ടോയ്ക്ക് ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാരണക്കാരൻ്റെ വണ്ടി, മെയിൻ്റനൻസ് കുറവുള്ള വണ്ടി, പാർട്സുകളുടെ പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറവുള്ള വണ്ടി, മൈലേജ് കൂടുതലുള്ള വണ്ടി, അങ്ങനെ പല വിശേഷണങ്ങളും ഈ ഒരു വാഹനത്തിലുണ്ട്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്, ആൾട്ടോ കേട്ടണിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 4,78,000 രൂപ മുതൽ 7,20,000 രൂപ വരെയാണ്. ഈ ഒരു വാഹനം നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനിലും അവൈലബിൾ ആണ്. AGS എന്ന് പറയുന്ന മാരുതിയുടെ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്ന AMT ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. ഫ്യൂവലിൽ നമുക്ക് പെട്രോളും CNGയിലും നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ്. പുതിയ ആൾട്ടോ കേട്ടണിൻ്റെ എഞ്ചിനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ K സീരീസ് എഞ്ചിനാണ്. K10C എന്ന സീരീസിൽപ്പെട്ട എഞ്ചിനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഡ്യുവൽ ജെറ്റ്, ഡ്യുവൽ VVT, വേരിയബിൾ വാൾവ് ടൈമിംഗ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഫ്യൂവലിനെ ബേൺ ചെയ്യിപ്പിച്ചുകൊണ്ട് നല്ലൊരു പവറും മൈലേജും ഈ വാഹനത്തിന് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മൈലേജ് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോ ഗിയറിലും നോക്കിക്കഴിഞ്ഞാൽ, ഓട്ടോ ഗിയർ ഷിഫ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 24+ മൈലേജ് നമുക്ക് തരുന്നുണ്ട്. CNGയിലേക്ക് പോയി കഴിഞ്ഞാൽ 33+ മൈലേജ് നമുക്ക് ഈ വാഹനം നൽകുന്നുണ്ട്. എഞ്ചിന്റെ പവറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 5500 RPM 49 കിലോവാട്ട് പവറാണ് ഈ ഒരു വാഹനം എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടോർക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3500 RPM 89 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 27 ലിറ്റർ ഫ്യൂൽ ടാങ്കാണ് വാഹനത്തിലുള്ളത്. ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 ഗിയർ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ AGSലും ഈ വാഹനം നമുക്ക് എഞ്ചിൻ അവൈലബിൾ ആണ്. BS6 ഫേസ് 2 എമിഷൻ നോം സ്റ്റാൻഡേർഡിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത് 3530 മില്ലിമീറ്ററും, വിഡ്ത്ത് വരുന്നത് 1490 മില്ലിമീറ്ററും, ഹൈറ്റ് വരുന്നത് 1520 മില്ലിമീറ്ററും, അതുപോലെ തന്നെ വീൽ ബേസ് വരുന്നത് 2380 മില്ലിമീറ്ററുമാണ്. ടേണിംഗ് റേഡിയസ് വാഹനത്തിന്റെ 4.5 മീറ്റർ ആണ്. അതുപോലെ തന്നെ സീറ്റിംഗ് കപ്പാസിറ്റി 5 ആണ്. ബൂട്ട് സ്പേസ് 214 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിൽ വന്നിട്ടുള്ളത്. വാഹനത്തിന്റെ സസ്പെൻഷൻ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ മാക്ഫേഴ്സൺ സ്റ്റഡ് വിത്ത് കോയിൽ സ്പ്രിംഗ് ടെക്നോളജിയാണ് സിസ്റ്റമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റിയറിൽ നോക്കിക്കഴിഞ്ഞാൽ ടോർഷൻ ബീം വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ്. അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ, റിയറിൽ ഡ്രം ബ്രേക്കാണ്. 13 ഇഞ്ച് റേഡിയസ് ഉള്ള ടയറുകളാണ് വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിന്റെ പ്ലാറ്റ്ഫോമായിട്ട് വരുന്നത് ഹെർടെക് പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഡ്യുവൽ എയർ ബാഗ് തുടങ്ങിയ നിരവധി സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ ഒരു വാഹനങ്ങളിൽ ലോഡഡ് ആണ്. ടോപ്പ് എൻഡ് മോഡലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 7 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീനും അതുപോലെ തന്നെ 4 സ്പീക്കേഴ്സും ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് നാവിഗേഷൻ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം സ്റ്റോറേജ് സ്പേസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. പുതിയ ആൾട്ടോ കേട്ടണിന്റെ വാറണ്ടി ആയിട്ട് വരുന്നത് 3 വർഷം അല്ലെങ്കിൽ 1 lakh കിലോമീറ്റർ ആണ്. നമുക്കത് എക്സ്റ്റൻഡ് വാറണ്ടി ആഡ് ചെയ്തിട്ട് 6 വർഷത്തേക്ക് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ കൂടി മാരുതി സുസുക്കി നൽകുന്നുണ്ട്. 7 കളറിലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. റെഡ്, സിൽവർ, ഗ്രേ, ഗോൾഡ്, ബ്ലൂ, വൈറ്റ്, ബ്ലാക്ക് തുടങ്ങിയ 7 കളർ പാറ്റേണിൽ നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ്. വാഹനത്തിന്റെ ഡിസൈൻ വൈസും പെർഫോമൻസ് വൈസും നോക്കിക്കഴിഞ്ഞാൽ മികച്ചൊരു ഡിസൈൻ പാറ്റേൺ ആണ് പുതിയ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇന്റീരിയറിലെ സ്പേസും കാര്യങ്ങളൊക്കെ മികച്ചതാണ്. അതുപോലെ എഞ്ചിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 ലിറ്ററിന്റെ 3 സിലിണ്ടർ എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. 3 സിലിണ്ടർ ഇൻലൈൻ വാട്ടർ കൂൾഡ് എഞ്ചിനാണ്. ഡ്യുവൽ ജെറ്റ്, നേരത്തെ പറഞ്ഞ പോലെ ഡ്യുവൽ VVT, വേരിയബിൾ വാൾവ് ടൈമിംഗ് ടെക്നോളജിയാണ്. മാക്സിമം ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു പവറും അതുപോലെ തന്നെ മൈലേജും പിക്കപ്പ് ഒക്കെ ഈ വാഹനം നമുക്ക് നൽകുന്നുണ്ട്. 66 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ചെറിയ എഞ്ചിൻ സിംഗിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിക്സിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന് നോയ്സ്, വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കാത്ത സ്മൂത്ത് റണ്ണിങ് പെർഫോമൻസ് ഉള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു കേട്ടണിൽ കൊടുത്തുള്ള 1 ലിറ്റർ എഞ്ചിൻ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പുതിയ ആൾട്ടോ കേട്ടണുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ്. ഇനി ഇതിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.
നമ്മൾ കൃത്യമായിട്ട് എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വലിയൊരു പ്രശ്നമില്ലാതെ വലിയൊരു ബാധ്യതയൊന്നും ആകാത്തൊരു വാഹനമാണ് ഈ ആൾട്ടോ കേട്ടൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസിലായാലും ശരി, അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ആയാലും, അതിൻ്റെ ഓയിൽ അല്ലെങ്കിൽ ബാക്കി പാർട്സുകൾ സസ്പെൻഷൻ ആയാലും എല്ലാ കാര്യങ്ങൾക്കും ഒരു മിതമായ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ലേബർ കോസ്റ്റും താരതമ്യേന കുറവാണ്. നമുക്ക് ടൈമിംഗ് കാര്യങ്ങളൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു കോസ്റ്റ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ, എൻജിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും കൃത്യമായി മാറിയിരിക്കണം. അതുപോലെ തന്നെ എയർ ഫിൽറ്റർ പ്രോപ്പറായി ക്ലീൻ ചെയ്തിരിക്കണം. റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥയിലാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്തിരിക്കണം. കാരണം എയർ ഫിൽറ്റർ വളരെ പ്രധാനപ്പെട്ട മൈലേജുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. എൻജിൻ ഓയിൽ ആയാലും ശരി. അപ്പോൾ ഞാനൊരു മൈലേജുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ റീസെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഒരു വാഹനത്തിൻ്റെ മൈലേജ് ഇൻക്രീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ എൻജിൻ ഓയിൽ, എയർ ഫിൽറ്റർ കാര്യങ്ങൾ കൃത്യമായി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു 20,000 കിലോമീറ്റർ ആകുന്ന സമയത്ത് സ്പാർക്ക് പ്ലഗ് ഒന്ന് ചെക്ക് ചെയ്യുക. സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഫീലർ ഗേജ് വെച്ചിട്ട് അതിൻ്റെ ക്ലിയറൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ, അത് ടിപ്പൊക്കെ കാർബൺ വല്ലാതെ കയറിയിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അതിന് വലിയ കോസ്റ്റ് ഒന്നും വരുന്നില്ല. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഇതിൽ വരുന്നത് ഫ്യൂൽ ഫിൽറ്റർ വരുന്നുണ്ട്. നമ്മുടെ ടാങ്കിൻ്റെ താഴെയായിട്ട്, ഫ്യൂൽ ടാങ്കിൻ്റെ താഴെയായിട്ട് ഫ്യൂൽ ഫിൽറ്റർ വരുന്നുണ്ട്. അതും മിസ്സിങ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് നമ്മൾ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അതിൽ കറണ്ട് കുടിക്കി കഴിഞ്ഞാൽ മിസ്സിങ് വരെയുള്ള സാധ്യത നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ കൂളിംഗ് സിസ്റ്റമാണ്. നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത ശേഷം വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയും, ഒരു 80 ഡിഗ്രി 90 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കഴിഞ്ഞാൽ വാഹനത്തിന് കൂളിംഗ് സിസ്റ്റം ആവശ്യമാണ്. അതായത് വർക്കിംഗ് ടെമ്പറേച്ചർ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കൂളിംഗ് സിസ്റ്റം ആവശ്യമാണ്. അപ്പോൾ കൂളിംഗ് സിസ്റ്റത്തിൽ നമുക്ക് റേഡിയേറ്റർ വരുന്നുണ്ട്, കൂളൻ്റ് ടാങ്ക്, തെർമോസ്റ്റാറ്റ് വാള്, വാട്ടർ പമ്പ് തുടങ്ങിയ കുറേ കാര്യങ്ങൾ, റബ്ബർ ഹോസുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ലീക്കുകളോ, ഇപ്പോൾ ഹോസ് പൈപ്പുകളിൽ ലീക്ക് ഉണ്ടെങ്കിൽ കൂളൻ്റ് ഡ്രെയിനായി പോകാനുള്ള സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ കൂളൻറ്റിൻ്റെ റിസർവോർ ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിൽ എപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ബോണറ്റ് തുറന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൂളൻറ്റിൻ്റെ ഒരു ടാങ്ക് ഉണ്ടാവും. ആ ടാങ്കിൽ മാക്സിമം മിനിമം എന്നൊരു ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ മാക്സിമത്തിൽ എപ്പോഴും കൂളൻ്റ് ഫില്ലായി നിൽക്കണം. ഇതിൽ കൂളൻ്റ് മാത്രമേ ഒഴിക്കാവൂ. ഒരു കാരണവശാലും പച്ചവെള്ളം ഒന്നും ഒഴിക്കരുത്. കാരണം കൂളൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ചൂട് ഹീറ്റിനെ അബ്സോർബ് ചെയ്യാണ്. അതേപോലെ തന്നെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ എൻജിൻ്റെ ഉള്ളിൽ, അതായത് കൂളൻ്റ് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ റെസ്റ്റ് വരും, തുരുമ്പ് വന്നിട്ട് വാഹനം ബ്ലോക്കായിട്ട് ഓവർ ഹീറ്റായി കൂടുതൽ എൻജിൻ്റെ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യം വരും. അപ്പോൾ കൂളിംഗ് സിസ്റ്റം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക. വാഹനത്തിൽ ഇടയ്ക്കൊന്ന് ബോണറ്റ് തുറന്നിട്ട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക. ഡിപ്പ് സ്റ്റിക്ക് വെച്ചിട്ട് എൻജിൻ ഓയിൽ എത്ര ലെവൽ കാര്യങ്ങൾ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് ഈ കൂളിംഗ് സിസ്റ്റം കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ബാറ്ററിയുടെ ടെർമിനലൊക്കെ ചെക്ക് ചെയ്യുക, ലൂസാണോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മോയ്സ്ചർ വന്നിട്ടുണ്ടോ, പൂപ്പൽ പോലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കൃത്യമായി ഒരു മെയിൻ്റനൻസിലൂടെ ഈ വാഹനം ദീർഘകാലം നമുക്ക് എൻജിൻ ലൈഫോട് കൂടി ഓടിക്കാൻ കഴിയുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൂടാതെ നമ്മുടെ വാഹനത്തിൻ്റെ പാർട്സുകൾക്ക്, ഇപ്പോൾ ക്ലച്ച് അസംബ്ലി ആയാലും ശരി, സൈലൻസറിൻ്റെ 2 പീസ് സൈലൻസറാണ് വരുന്നത്. സൈലൻസർ ചില സമയത്ത് കുറച്ച് കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ ചെറിയ ഹോൾ വന്ന് നോയ്സ് വരും. അപ്പോൾ അത് ഏത് പാർട്സ് ആയാലും നമുക്കൊരു അഫോർഡബിൾ പ്രൈസിൽ ഇത് റീപ്ലേസ് ചെയ്യാൻ കഴിയും. ഒറിജിനൽ MGB മാരുതി ജെനുവൻ പാർട്സ് അല്ലെങ്കിൽ ആക്സസറീസ് വെച്ച് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഒരിക്കലും ഞാൻ നേരത്തെ ഫസ്റ്റ് സൂചിപ്പിച്ച പോലെ ഒരു ബാധ്യത ആകാത്ത ഒരു വാഹനമാണിത്. എസ്പെഷ്യലി ഒരു EMI ഒക്കെ എടുത്ത് വാഹനം കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് മൈലേജും കുഴപ്പമില്ലാത്ത മൈലേജും കിട്ടും. വലിയ മെയിൻ്റനൻസും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് കൊണ്ടു നടക്കാം. പിന്നെ ചെറിയ വാഹനമാണ്, പാർക്ക് ചെയ്യാൻ കഴിയും. ഡ്രൈവിംഗ് പഠിച്ച് ഒരു പുതിയ വാഹനം എടുക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് ഓടിച്ച് നടക്കാൻ പറ്റുന്ന, വലിയൊരു പ്രശ്നമില്ലാതെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഒരു മാരുതി സുസുക്കി ആൾട്ടോ കേട്ടൺ എന്ന് പറയുന്നത്. ആൾട്ടോ കേട്ടണിൻ്റെ ടയറിൻ്റെ പ്രൈസ് ആയാലും സസ്പെൻഷൻ്റെ പ്രൈസ് ആയാലും, സസ്പെൻഷൻ നമുക്ക് സെറ്റായിട്ട് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ പാർട്സുകളായിട്ട് സ്റ്റെട്ടായിട്ടും അതിൻ്റെ കോയിലായിട്ടും അതിൻ്റെ മൗണ്ടിങ് ആയിട്ടും നമുക്ക് സെപ്പറേറ്റ് ഗബ്രിയലിൻ്റെ ഒക്കെ നല്ല ക്വാളിറ്റി വരുന്ന സാധനങ്ങൾ വലിയ പൈസ ഇല്ലാതെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വാഹനത്തിൽ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് സിസ്റ്റമാണ് വരുന്നത്. EPS റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് മെക്കാനിസമാണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു സ്മൂത്ത് റൈഡും സ്റ്റെബിലിറ്റിയും നമുക്ക് ഈ വാഹനം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റമാണ്. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവലും കൂടി ഒന്ന് മെയിൻ്റനൻസിൻ്റെ ഭാഗം വരുമ്പോൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ മാരുതി സുസുക്കി ആൾട്ടോ കേട്ടണിനെ കുറിച്ച് വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വണ്ടി, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും വരുത്താതെ, വരെ തലവേദന ഒന്നും വരുത്താതെ സുഖമായി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് മാരുതി സുസുക്കി ആൾട്ടോ കേട്ടൺ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഓടിച്ച ആളുകൾ അവരുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.